സെൻറ് ആൻ്റണീസ് LP സ്കൂൾ ആറ്റുപുറം പ്രവർത്തന റിപ്പോർട്ട്. ബഹുമാന്യരെ, 1890 സ്ഥാപിതമായ സെൻറ് ആൻ്റണീസ് LP സ്കൂൾ ഈ പ്രദേശത്തെ പുരാതനവും കീർത്തികേട്ടതുമായ ഒരു വിദ്യാലയമാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 135-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സമുചിതമായി ആഘോഷിക്കുന്ന ഈ സുന്ദര സുദിനത്തിൽ 2024-25 അധ്യയന വർഷത്തെ സംക്ഷിപ്ത റിപ്പോർട്ട് വളരെ സന്തോഷത്തോടെ സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആദരണീയരായ നിങ്ങളുടെ മുന്നിൽ സവിനയം അവതരിപ്പിക്കട്ടെ. പൂർവാധികം ഭംഗിയോടെ നയനമനോഹരമായ പരിപാടികളോടെ 2024 ജൂൺ 3-ാം തീയതി മാനേജർ റവറൻഡ് ഫാദർ ഡെന്നിസ് മാറോക്കി അവരുടെ അധ്യക്ഷതയിൽ വടക്കേകാട് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷനിൽ KS 1-ാം ക്ലാസ്സിലെ നവാഗതർക്ക് വിജ്ഞാനത്തിൻ്റെ ദീപം തെളിയിച്ച് പ്രവേശനോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറിയിൽ 176 വിദ്യാർത്ഥികളും 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായി 385 വിദ്യാർത്ഥികളും അറിവ് നേടുന്ന ഈ കലാലയത്തിൽ ഈ വർഷം LKGയിലേക്ക് 80 കുഞ്ഞുമക്കളും 1-ാം ക്ലാസ്സിലേക്ക് 98 കുരുന്നുകളും അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് പ്രവേശനോത്സവ ചടങ്ങുകളിൽ പങ്കാളികളായി. HM ശ്രീ AD സാജു മാസ്റ്ററുടെ നേതൃത്വത്തിൽ 14 സഹാധ്യാപകരും 6 പ്രീ പ്രൈമറി അധ്യാപകരും 3 അനധ്യാപകരും ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. ദീർഘകാലത്തെ ആത്മാർത്ഥമായ സേവനത്തിനു ശേഷം കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത കാതറിൻ ടീച്ചർ നമ്മുടെ സ്കൂളിനെ അതുല്യമായ സംഭാവനകളാണ് കാഴ്ചവെച്ചത്. റിട്ടയർ ചെയ്തിട്ട് പോലും നമ്മുടെ സ്കൂളിൽ അധ്യാപകരുടെ കുറവുണ്ടായപ്പോൾ സ്കൂളിൽ വന്ന് 1 മാസക്കാലം കുട്ടികളെ പഠിപ്പിച്ച് ആ കുറവ് നികത്തിത്തന്നു. കൂടാതെ നമ്മുടെ പുതിയ സ്കൂൾ കെട്ടിടത്തിന് ഒരു കൊടിമരത്തിൻ്റെ കുറവുണ്ടെന്ന് മനസ്സിലാക്കി ടീച്ചർ കൊടിമരം സ്പോൺസർ ചെയ്യുകയുണ്ടായി. ഈ സമയം ടീച്ചർ നൽകിയ സേവനങ്ങളെ വളരെ സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുന്നു. 22 വർഷത്തെ നിസ്തുലമായ സേവനത്തിനു ശേഷം കൂനുമിച്ച് സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയ ഷീന ടീച്ചർ, 10 വർഷത്തെ അർപ്പണ മനോഭാവത്തോടെയുള്ള സേവനത്തിനു ശേഷം ഹെഡ് മാസ്റ്ററായി പോന്നൂർ സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയ ഷിൻഡോ മാസ്റ്റർ, 3 വർഷത്തെ സേവനത്തിനു ശേഷം PSC നിയമനം ലഭിച്ച് സ്ഥലം മാറിപ്പോയ ജാൻസി ടീച്ചർ, വാടാനപ്പള്ളി സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയ ഡീന ടീച്ചർ എന്നിവരെ ഈ സമയം വളരെ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുന്നു. ഈ വർഷം നമ്മുടെ സ്കൂളിൽ പുതിയതായി സേവനമനുഷ്ഠിക്കാൻ എത്തിച്ചേർന്ന റോബിൻ മാസ്റ്റർ, ഫ്രാൻസിസ് റിനോ മാസ്റ്റർ, ശ്യാംലാൽ മാസ്റ്റർ, അനഘ ടീച്ചർ, ടീന ടീച്ചർ, കമ്പ്യൂട്ടർ അധ്യാപികയായ ജിസ്മ ടീച്ചർ എന്നീ അധ്യാപകരെ ആറ്റുപുറം സെൻറ് ആൻ്റണീസ് കുടുംബത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. 2024 ജൂലൈ 1-ാം തീയതി ഈ അധ്യയന വർഷത്തെ പ്രഥമ ജനറൽ ബോഡി യോഗം കൂടുകയും വിദ്യാലയത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് PTA MPTA കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. PTA പ്രസിഡന്റായി ശ്രീ ദിനേഷ് G നായർ, വൈസ് പ്രസിഡന്റായി ശ്രീമതി സ്നിയ ജയൻ, MPTA പ്രസിഡന്റായി രചന PR, വൈസ് പ്രസിഡന്റായി രഹന VS എന്നിവരെ തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പിൽ മാസ്റ്റർ സവാദ് ഇബ്രാഹിം കൂടുതൽ വോട്ട് നേടി സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മുടെ വിദ്യാലയം ഈ പ്രദേശത്തെ ഏറ്റവും മികവുറ്റ വിദ്യാലയമായി എന്നും നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മതേതരത്തിൽ ഊന്നിക്കൊണ്ട് ഒത്തൊരുമിച്ച് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നത് കൊണ്ടാണ്. ആ മികവുറ്റ ഏതാനും ചില പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. 2023-24 വർഷത്തിൽ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഗവൺമെൻറ് LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഈ വിദ്യാലയത്തിലെ മുഹമ്മദ് റിസാൻ, ആദിഷ KM, പത്മജ സുജേഷ് CS, തീർത്ഥ MM, റിജിൽ വർഗീസ്, ജുവൽ മേരി ലിജു എന്നിവർ സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയത് ഏറെ അഭിമാനകരമാണ്. തൃശൂർ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ 4-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഈ വർഷവും നമുക്ക് ഉന്നത വിജയം നേടുവാൻ സാധിച്ചു. 90% മാർക്ക് കരസ്ഥമാക്കിയ ശ്രീരഞ്ജന ധനീഷ്, ശ്രേയസ് PS എന്നിവർ സ്കൂളിൻ്റെ അഭിമാന താരങ്ങളാണ്. കോർപ്പറേറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ 4A ക്ലാസ്സിൽ
ഇംഗ്ലീഷ്, മലയാളം എന്നീ വിഷയങ്ങൾക്ക് 97% വിജയം കൈവരിക്കാൻ സാധിച്ചതിന് പിന്നിൽ പ്രയത്നിച്ച അധ്യാപകരായ ഷിബി ടീച്ചർ, ഷെജി ടീച്ചർ എന്നിവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഏറ്റവും കുറവ് 3-ൽ താഴെ ലീവെടുത്ത് കൂടുതൽ സമയം നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി സമയം കണ്ടെത്തിയ ഷെജി ടീച്ചർ ലീസ്റ്റ് ലീവ് സമ്മാനത്തിന് രൂപതാതലത്തിൽ അർഹയായി. പഠന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങളിലും നമ്മുടെ മക്കൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഈ അധ്യയന വർഷം ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രമേള, കലാമേള, കായികമേള എന്നിവയിൽ അഭിനന്ദനാർഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേളയിൽ നമ്മുടെ സ്കൂൾ LP കിഡീസ് ഓവറോൾ ഫസ്റ്റ്, LP കിഡീസ് ബോയ്സ് അഗ്രിഗേറ്റ് ഫസ്റ്റ്, LP കിഡീസ് ഗേൾസ് അഗ്രിഗേറ്റ് ഫസ്റ്റ്, മാർച്ച് പാസ്റ്റ് ഫസ്റ്റ് എന്നീ നേട്ടങ്ങൾ കരസ്ഥമാക്കി വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിയിരിക്കുകയാണ്. ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ മെറ്റൽ എൻഗ്രേവിംഗ് ഫസ്റ്റ് A ഗ്രേഡ്, വുഡ് വർക്ക് സെക്കൻഡ് A ഗ്രേഡ്, ബീഡ്സ് വർക്ക് തേർഡ് A ഗ്രേഡ്, സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ അഗ്രിഗേറ്റ് ഫസ്റ്റ്, ഗണിതശാസ്ത്രമേളയിൽ ഓവറോൾ സെക്കൻഡ് എന്നിവയും നേടുകയുണ്ടായി. സോഷ്യൽ സയൻസ് ചാർട്ടിൽ ഫസ്റ്റ് A ഗ്രേഡ്, മാത്സ് സ്റ്റിൽ മോഡൽ സെക്കൻഡ് A ഗ്രേഡ്, മാത്സ് ജോമെട്രിക്കൽ ചാർട്ട് തേർഡ് A ഗ്രേഡ് കൂടാതെ പങ്കെടുത്ത എല്ലാ ഇനങ്ങൾക്കും A ഗ്രേഡും കരസ്ഥമാക്കാൻ സാധിച്ചു. അറബിക് കലാമേളയിൽ അഗ്രിഗേറ്റ് ഫസ്റ്റ്, ജനറൽ വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റും നേടുകയും നമ്മുടെ സ്കൂളിൻ്റെ ചരിത്ര താളുകളിലേക്ക് ഒരു പൊൻതൂവൽ കൂടി നമുക്ക് നേടുവാനും സാധിച്ചു. കൂടാതെ ജനറൽ വിഭാഗത്തിൽ മലയാളം പ്രസംഗത്തിന് ഫസ്റ്റ് A ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. പഞ്ചായത്ത് തല വിജ്ഞാനോത്സവത്തിൽ ആത്മിക എനിയം, അവനി KA എന്നിവർ സ്പെഷ്യൽ പ്രൈസ് കരസ്ഥമാക്കുകയുണ്ടായി. ഈ അധ്യയന വർഷം നമ്മുടെ സ്കൂളിൽ നടന്ന മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. മെഡിക്കൽ ലാബ് മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിച്ചത് കാണാൻ ഇടവരികയും അക്കാര്യം വീട്ടുകാരുടെ സഹായത്തോടെ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ച് മാതൃക കാട്ടിയ നമ്മുടെ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇബ്രാഹിം നാസിമിനെ ബഹുമാനപ്പെട്ട അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് അനുമോദിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുവാനായി നമ്മുടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും PTAയും കൂടി ചേർന്ന് ഫണ്ട് സമാഹരിച്ച് 20,000 രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. നമ്മുടെ സ്കൂളിലെ കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന അവശ്യ വസ്തുക്കൾ അഞ്ഞൂരിലെ ദിവ്യദർശൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും PTAയും ചേർന്ന് നൽകി. ബഹുമാനപ്പെട്ട ശ്രീ NK അക്ബർ MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപ ചെലവഴിച്ച് നല്ലൊരു ടോയ്ലറ്റ് സമുച്ചയം നമ്മുടെ കുട്ടികൾക്കായി നിർമ്മിച്ചു നൽകിയതിന് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുന്നു. വിദ്യാർത്ഥികളെ പഠനത്തിൽ ശ്രദ്ധാലുക്കളും മത്സരബുദ്ധിയുള്ളവരുമാക്കുന്നതിന് ടേം എക്സാം, മന്ത്ലി യൂണിറ്റ് ടെസ്റ്റ്, മിഡ് ടേം എക്സാം എന്നിവ നടത്തി എല്ലാ വിഷയങ്ങളിലും A ഗ്രേഡ് നേടിയവരെ അസംബ്ലിയിൽ മെഡൽ നൽകി ആദരിക്കുന്നു. കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തുന്നതിന് ക്ലാസ് PTA ചേർന്ന് രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്യുന്നു. മികച്ചൊരു അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഈ വർഷവും നമുക്ക് സാധിച്ചു. ഉച്ചഭക്ഷണ വിതരണം വ്യത്യസ്ത വിഭവങ്ങളോടെ ഏറ്റവും രുചികരമായി പാകം ചെയ്ത് കുട്ടികൾക്ക് നൽകി വരുന്നു. കുട്ടികൾക്ക് ശരിയായ അളവിൽ പോഷകങ്ങൾ ലഭിക്കുന്നതിനായി ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകി വരുന്നു. കൂടാതെ വിശേഷ അവസരങ്ങളിൽ പായസവും നൽകുന്നു. വിദ്യാർത്ഥികൾ അവരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ, പല വ്യഞ്ജനങ്ങൾ, സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ എന്നിവ സ്പോൺസർ ചെയ്യുന്നു. കൂടാതെ ജന്മദിനത്തിൽ കുട്ടികൾക്ക് ബർത്ത്ഡേ കാർഡ് നൽകി ആശംസകൾ നേരുന്നു. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ പോഷന്മാ സംഘടിപ്പിച്ചു. കുട്ടികൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന വ്യത്യസ്ത ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനം നടത്തി. കുട്ടികളെ സന്മാർഗ ചിന്തയിലും മൂല്യബോധത്തിലും വളർത്തുന്നതിന് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ സന്മാർഗം ക്ലാസുകൾ നടത്തിവരുന്നു. കുട്ടികളുടെ സുരക്ഷയും സ്കൂളിൻ്റെ ശുചിത്വവും ഉറപ്പാക്കാൻ
എല്ലാവരും വളരെ ശ്രദ്ധിക്കുന്നു. അതിനായി പ്രത്യേക സ്ക്വാഡും രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിനെയും സംസ്കാരത്തെയും അടുത്തറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ഈ വർഷവും പഠന വിനോദയാത്ര നടത്തുകയുണ്ടായി. വിദ്യാർത്ഥികളുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ആഴ്ചയിലും ക്വിസ് നടത്തിവരുന്നു. വിദ്യാർത്ഥികളെ 5 ഗ്രൂപ്പുകളാക്കി തിരിച്ച് ദിനാചരണവുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ നടത്തി സ്കോർ നൽകുകയും വർഷാവസാനം സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച ഗ്രൂപ്പിനെ കണ്ടെത്തി പ്രത്യേകം അഭിനന്ദിക്കുകയും സമ്മാനം നൽകുകയും ചെയ്യുന്നു. വൃക്ഷത്തെ നടൽ, പോസ്റ്റർ നിർമ്മാണം എന്നിവയോടെ പരിസ്ഥിതി ആഘോഷവും, വായനാ മത്സരം, ലൈബ്രറി വിതരണം എന്നിവയോടെ വായനാ ദിനാചരണവും, ക്വിസ്, പോസ്റ്റർ നിർമ്മാണം എന്നിവയോടെ ചാന്ദ്രദിനാഘോഷവും, ബക്രീദിനോടനുബന്ധിച്ച് മെഹന്തി മത്സരം, ആശംസാ കാർഡ് നിർമ്മാണ മത്സരം എന്നിവയും, പതാക വരയ്ക്കൽ, പതാക നിർമ്മാണം, ദേശഭക്തിഗാനം, പ്രസംഗം എന്നീ മത്സരങ്ങളോടെ സ്വാതന്ത്ര്യ ദിനാഘോഷവും, പൂക്കള മത്സരം, ഓണസദ്യ, ഓണപ്പാട്ട്, പുലിക്കളി എന്നിവയോടെ ഓണാഘോഷവും, നെഹ്റു തൊപ്പി നിർമ്മാണം, ഫാൻസി ഡ്രസ് എന്നിവയോടെ ശിശുദിനവും, കരോൾ ഗാനം, നക്ഷത്ര നിർമ്മാണം, ആശംസാ കാർഡ് നിർമ്മാണം എന്നിവയോടെ ക്രിസ്മസ് ആഘോഷവും നടത്തുകയുണ്ടായി. ബാലകലോത്സവം, ബാൻഡ് സെറ്റ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കമ്പ്യൂട്ടർ പഠനം എന്നിവയും ഹെൽത്ത് ക്ലബ്, സുരക്ഷാ ക്ലബ്, കാർഷിക ക്ലബ്, ശാസ്ത്ര ക്ലബ്, ഗണിത ക്ലബ്, അറബിക് ക്ലബ് എന്നിവയും നല്ല രീതിയിൽ നടത്തപ്പെടുന്നു. വടക്കേക്കാട്, പൊന്നിയൂർ, പൊന്നിയൂർക്കുളം എന്നീ പഞ്ചായത്തുകളിലെ അംഗൻവാടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വർഷവും അംഗൻവാടി ഫെസ്റ്റ് നടത്തുകയുണ്ടായി. 25ഓളം അംഗൻവാടികളിൽ നിന്ന് 200ഓളം കുരുന്നുകൾ പരിപാടികൾ അവതരിപ്പിച്ചു. വർഷം തോറും നമ്മൾ നടത്തിവരുന്ന ഭക്ഷ്യമേള ഫെബ്രുവരി 12 നടത്തുകയുണ്ടായി. വീട്ടമ്മമാർ പാചകം ചെയ്ത പഴമയെ തൊട്ടുണർത്തുന്ന നാടൻ വിഭവങ്ങളും പുതിയ തലമുറയ്ക്ക് പ്രചോദനമേകുന്ന പുത്തൻ വിഭവങ്ങളും കൊണ്ട് സമ്പന്നമാക്കിയ നമ്മുടെ ഈ ഭക്ഷ്യമേളയിലൂടെ വിദ്യാലയത്തിലെ ഭൗതിക വികസനത്തിനായി നല്ലൊരു തുക സംഭരിക്കാൻ നമുക്ക് സാധിച്ചു. നവംബർ 29 നമ്മുടെ സ്കൂൾ സന്ദർശിക്കാൻ കോർപ്പറേറ്റ് മാനേജറും ടീമും വരികയുണ്ടായി. പാഠ്യേതര പ്രവർത്തനങ്ങളിലെ കുട്ടികളുടെ മികവും കുട്ടികളിലെ അച്ചടക്കവും അധ്യാപകരുടെ കൂട്ടായ്മയും വളരെ അഭിനന്ദനാർഹമാണെന്ന് മാനേജർ അഭിപ്രായപ്പെട്ടു. നമ്മുടെ ഇന്നത്തെ വാർഷികാഘോഷ പരിപാടികൾ ധന്യമാക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ആഘോഷ പരിപാടികൾക്ക് മോടി കൂട്ടുവാനായി വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കൊച്ചു കൂട്ടുകാർക്കും അതിന് നേതൃത്വം നൽകിയ അധ്യാപകർക്കും മറ്റെല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ മുൻ മാനേജർമാരെയും ഹെഡ് മാസ്റ്റർമാരെയും എൻഡോമെൻറ്റ് ഏർപ്പെടുത്തിയ പൂർവ്വ അധ്യാപകരെയും ഇത്തരുണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ കുട്ടികളെ സുരക്ഷിതരായി വിദ്യാലയത്തിലെത്തിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്ന ഡ്രൈവർമാരെയും കുട്ടികൾക്കായി വളരെ രുചികരമായി ഭക്ഷണം തയ്യാറാക്കുന്ന ഡേസി ചേച്ചി, ജോസി ചേച്ചി എന്നിവരെയും വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും വിദ്യാലയത്തിൻ്റെ ശുചീകരണത്തിനുമായി സേവനമനുഷ്ഠിക്കുന്ന ലിൻസി ചേച്ചിയെയും നന്ദിയോടെ സ്മരിക്കുന്നു. തുടർന്നും എല്ലാവരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് പൊതുജനസമക്ഷം സവിനയം സമർപ്പിക്കുന്നു.